ഹായ് ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പൊ ഞങ്ങള് എന്താണ് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഓടില്ലെനിക്ക് ഞങ്ങള് ദുബായ് മോളിലേക്ക് പോവാണ്. കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ എന്താണ് അച്ചൂട്ടി ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. സോ അവരെ കാണാനും ഞങ്ങള് പിന്നെ പിന്നെ തത്ത അവരുടെ കൂടെ പോകുള്ളൂ. ഇന്ന് അവർക്ക് എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ പിന്നെ തിരിച്ചു വരുള്ളൂ. സോ അവിടുന്ന് കുറച്ച് കറങ്ങിയിട്ട് അവര് അബുദാബിക്ക് പോകും. പിന്നെ ഞങ്ങൾ 3 പേരും തിരിച്ചിങ്ങോട്ട് വരും. സോ ഇന്നത്തെ വ്ലോഗ് അതൊക്കെയാണ്. ഞങ്ങളിപ്പോ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ സമയം 8:45 ആയി. അവരിപ്പോ അബുദാബിന്ന് ഓൺ ദ വേ ആണ്. സോ ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, ഞങ്ങളൊരു ഫോട്ടോ ഏതാ ചോദിക്കുന്നത്? അതെന്താ ഷട്ടിൽ ബാറ്റാ? അത് ഷട്ടിൽ ബാഡ്മിന്റൺ. ഞങ്ങള് പുറത്തേക്ക് പോവാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. ഞങ്ങള് ദുബായിലേക്ക് പോവാണ്. അച്ചൂട്ടി അവരുടെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങോട്ടാ വരുന്നത്. സോ ഞങ്ങൾ അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് റെഡി ആവലാണ്. മുടി കാളി വേണോ സ്ട്രൈറ്റ് ഓക്കെ ബൈ. ആയു ബൈ. Signing off. Like ആയു ബൈ. ഓ ചാച്ച ഒന്നേക്ക് മോളെ കിട്ടിയ ഭാഗ്യം. ഒരു ക്ലൈനസ് കൊടുത്ത യൂട്യൂബിൽ വരണമെങ്കില് അതിനും കൂടെ എടുക്ക്. പോയോ? പോയിട്ടില്ല. എന്നാ വീഡിയോ എടുത്തോ? ആയു ഇങ്ങോട്ട് വാ. യൂട്യൂബിൽ വരുമല്ലോ. ഹലോ ആയൊരു നാണം വന്നുപോയി. ഒരു പൊക്കി വെക്കുക. സോനയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫോട്ടോ ഞങ്ങളുടെ 3 പേരുടെ ഫേസ് തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഞങ്ങൾ രണ്ടാളും ഒരുപോലെ ഉണ്ടെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സൊന്നയുടെ കാര്യം എനിക്കറിയില്ല. സൊന്ന ഡിഫറെന്റ് അല്ലേ? എന്തായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഞങ്ങൾ ചാർജർ ചാർജ് എടുത്തില്ലേ? എല്ലാം എടുത്തു. ഞങ്ങൾ ഇറങ്ങുവാണ്. ഷൂ ആയിരിക്കും. ഞങ്ങള് ഇറങ്ങുവാണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങാൻ മതിയല്ലോ. അയ്യോ, ലഗേജ് ഉണ്ടല്ലേ? അത് ഞാൻ മറന്നു കേട്ടോ. എല്ലാ സാധനങ്ങളായിട്ട് ഞങ്ങൾ പോവുകയാണ്. എല്ലാ സാധനവും എടുത്തിട്ട് ഞങ്ങൾ താഴേക്ക് പോവാണ് കേട്ടോ. കാരണം ഇവളുടെ ലഗേജ് ഒക്കെ അവള് കൊണ്ടുപോവാണ്. ഗൈസ്, അപ്പൊ എല്ലാരും ഫ്രെയിമിലുണ്ട് കേട്ടോ. സൊന്ന നീയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതാ റെഡി ആയിട്ട് ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. ഇന്ന് ആക്ച്വലി അക്ഷയുടെയും തത്തയുടെയും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അത് കണക്കാക്കിയിട്ടാണ് അവൾ ഇന്നത്തെ ഡേറ്റ് എടുത്ത് വന്നേക്കുന്നത്. സോ അതും കൂടെ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞങ്ങളിന്ന് പോകുന്നത് കേട്ടോ. അവർക്ക് ദുബായ് മോളിൽ ബുർജ് ഖലീഫയുടെ അടുത്ത് വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്നായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ദുബായ് മോളിലേക്ക് പോകുന്നത്. ഞങ്ങളിതാ ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഓൺ ദ വേ ആണ് കേട്ടോ. കാരണം അവർ അബുദാബിന്നാണ് വരുന്നത്. ഇന്ന് അവർക്ക് ഡ്യൂട്ടിയും കൂടെ ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കുറച്ചൊന്ന് നേരത്തെ എത്തി കേട്ടോ. ഞങ്ങൾക്ക് അവിടെ എത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു. സോനുവിനും താത്തയ്ക്കൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളൊന്ന് മുകളിലെത്തി അവിടെ ഒന്ന് കറങ്ങുമ്പോഴത്തേനും അവർ എത്തുമായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ.
ഞങ്ങള് വേറെ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് വന്ന ദിവസം തന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ആ വിഷമം ഇന്നങ്ങ് തീർക്കാന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് ചൈന ടൗണിലേക്കാണ് കേട്ടോ. അവിടുന്ന് ഇവർക്ക് കുറച്ച് ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ഞങ്ങൾ പോയി എടുക്കുമ്പോഴത്തേനും അവരെത്തുമായിരിക്കും. ഞങ്ങളിവിടെ ദുബായ് മോളില് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നാളത്തെ ഡ്യൂട്ടി നാളെ അല്ലേച്ചോ, ഇന്ന് നമുക്ക് എൻജോയ് ചെയ്യാം. പറഞ്ഞു ഞങ്ങളിവിടെ ഇതെന്താ ചൈന ടൗണോ, ചൈന മോൾ, ചൈന ടൗൺ അല്ലേ, ചൈന ടൗൺ അല്ലേ? ആ, ചൈന ടൗണിൽ കൂടെ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. അവരിവിടെ എത്തി എന്നാണ് പറഞ്ഞത്, പക്ഷെ ഞങ്ങള് ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. എവിടെയാണ്, ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വരാന്നാണ് പറഞ്ഞത്. ബോധി ഭൂരിയുടെ മമ്മിയല്ലേ? അങ്ങനെ ഞങ്ങൾ ഇവിടെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെന്താ വരാത്തെ? അവരെത്തിന്നല്ലേ പറഞ്ഞത്? എനിക്ക് മിക്കവാറും എത്തിയിട്ടുണ്ടാവില്ല എന്നാ തോന്നുന്നത്. ചുമ്മാ എത്തിന്ന് പറഞ്ഞായിരിക്കും. സൊന്ന സൊന്ന സോനു സൊന്ന പുള്ളി ഭയങ്കരമായ ഫോട്ടോഗ്രാഫിയിലാണ് കേട്ടോ. എന്തൊക്കെയോ എടുത്ത് കൂട്ടുന്നുണ്ട്. ഇവിടെ ഇരുന്നാ ഭംഗിണ്ടോ? കട്ട് ചെയ്യാം. ചെറിയൊരു ലൊക്കേഷൻ ചേഞ്ച്. ഞങ്ങള് ഫൗണ്ടൈൻ്റെ അടുത്തേക്ക് പോവാണ്. അവരവിടെയാണ് വരാന്ന്. സോ യെസ്, ഇനി അവിടെ എത്തിയിട്ട് കാണാം. അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അവര് മുകളിൽ എത്തിയെന്നും പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങള് താഴത്തെ ഫ്ലോറിലായിരുന്നു, ഞങ്ങൾ മുകളിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അവിടെ പോയിട്ട് നോക്കട്ടെ അവരെത്തിയോ അതോ ചുമ്മാ പറഞ്ഞതാണോ എന്നൊക്കെ. ഇതാണ് നമ്മളെ സോനു. പറഞ്ഞു നമ്മൾക്ക് വേണ്ടിയാ എടുക്കുന്നത്. എന്താ ക്രൗഡിന് ഒരിക്കലും ഒരു കുറവുമില്ല. വരുന്നുണ്ടെന്നാണ് എന്റെ ഇത്. എപ്പൊ ഞാൻ വന്നാലും സെയിം അവസ്ഥ. ഞങ്ങള് മുകളിലെത്തിയപ്പോണ്ട് അവര് വീണ്ടും വിളിക്കുന്നു താഴേക്ക് വരാൻ വേണ്ടിയിട്ട്, ബുർജ് ഖലീഫയുടെ അടുത്തേക്ക്. ഈ ബുർജ് ഖലീഫ എപ്പോ കണ്ടാലും ഇങ്ങനെ അറിയാതെ നോക്കി നിന്ന് പോവും കേട്ടോ. എത്ര വട്ടം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇതിന്റെ അടുത്ത് എത്തുമ്പോൾ ഒരു ഫോട്ടോ എടുക്കലും അതിങ്ങനെ നോക്കി നിൽക്കലും അത് നിർബന്ധമാണ്. ഞങ്ങൾ ഒരുപാട് വട്ടം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ തത്തയും സോനുവും അവര് കഴിഞ്ഞ വർഷം വന്നു എന്നല്ലാതെ അതിന്റെ മുമ്പ് വന്നിട്ടില്ല. സോ ഇത് അവരുടെ സെക്കൻഡ് ടൈമാണ്. ഞാനും അർജുനും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെങ്കിലും ഞങ്ങൾക്ക് എപ്പോഴും ഇത് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. ഇതിന്റെ അടുത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കുക, എന്താണ് അവിടുന്ന് കറങ്ങി നടക്കുക, അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടികളാണ്. ഇപ്പൊ ഇവരും കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തു കേട്ടോ. അവിടെ നിന്നിട്ട് ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ കുറേ നേരമായി ഞങ്ങളോട് അവിടെ നിൽക്കൂ ഇവിടെ നിൽക്കൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്ലേസ് ചേഞ്ച് ചെയ്ത് കളിക്കുന്നു. ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് എന്തൊക്കെയോ പ്ലാൻ ഉണ്ട് ആനിവേഴ്സറിക്ക്, അതിൻ്റെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇപ്പം ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരൊരു 5 മിനിറ്റ്സ് 3 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തത്തേൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ അവർ വരുന്നത്. അവൾക്ക് അറിയാം ഓൾറെഡി, പക്ഷെ ഇപ്പൊ വരുന്ന് അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. അവളിങ്ങനെ നോക്കി നിൽക്കുകയാണ്, അവര് കുറച്ച് നാളായി കണ്ടിട്ട്. സോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അവൾക്കും ഉണ്ടാവും. ഇനി നമുക്ക് നോക്കാം, അവരിപ്പോ വരുമായിരിക്കും. വന്നിട്ട് കാണാം കേട്ടോ. എത്തിയിരിക്കുന്നു എല്ലാരും. അയ്യോ നമ്മൾ അത് പറഞ്ഞു. അയ്യോ അങ്ങനെ ഇതാ അവരിവിടെ എത്തി. ഇപ്പൊ ആനിവേഴ്സറിക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫോട്ടോഷൂട്ടാണ് കേട്ടോ. സാധാരണ ഞങ്ങളാണ് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മൽപ്പിടുത്തം നടത്താറ്. ഇപ്പൊ ഇന്ന് അവരുടെ ഡേ ആണല്ലോ, അതുകൊണ്ട് തന്നെ അവർക്ക് ഞങ്ങള് സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തു കേട്ടോ. അങ്ങനെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ഫോട്ടോഷൂട്ടിന്റെ ഞങ്ങളിവിടെ ഓഡ് വൺ ഔട്ടായി അല്ലേ? യെസ് ഗൈസ്, നമ്മൾ പെട്ടുപോയി ഗൈസ്, ഒറ്റക്കായി പോയി ഗൈസ് നമ്മൾ. അങ്ങനെ സർപ്രൈസ് അല്ല, പക്ഷെ സിഗ്മ കൂടുതലോണ്ട് കുഴപ്പമില്ല. സിഗ്മ ഫ്ലവർ കൊടുക്കലൊക്കെ കഴിഞ്ഞു അല്ലേ?
romantic scenes. Still going on. Photo session, video session, and we are waiting here. ഫൗണ്ടൈന്റെ മ്യൂസിക് വന്നപ്പോ ഞാൻ സോനുവിനെ എന്റെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്യാൻ വിളിച്ചു കേട്ടോ. അവനാണെങ്കിൽ നാണായിട്ട് അവൻ വന്നതേ ഇല്ല. പക്ഷെ എനിക്ക് ആ മ്യൂസിക് കേട്ടപ്പോൾ നല്ലൊരു ഡാൻസ് ചെയ്യാൻ തോന്നി കേട്ടോ. ഡാൻസ് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല, എന്നാലും എനിക്ക് ഭയങ്കര ഒരു ഡാൻസ് ചെയ്യേണ്ട മൂഡ് വന്നു കേട്ടോ. ഭയങ്കര രസമുള്ളൊരു മ്യൂസിക് ആയിരുന്നു ഇന്ന്. ഈ ഫൗണ്ടൈൻ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. എന്തായാലും ഒരു 10+ ടൈം എന്തായാലും കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരാളെ കൂടെ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഫേമസ് ആണ്. വേറെ ഇതും ഒരു അക്ഷയ് തന്നെയാണ്. ഞങ്ങള് AK-സെറ്റ് എന്നാണ് വിളിക്കുന്നത് അല്ലേ? ഞാൻ എങ്ങനെയാണ് വിളിക്കുന്നത്? ഇവർക്ക് വേറെ പേരൊക്കെ ഉണ്ട്, പക്ഷെ തൽക്കാലത്തേക്ക് ഞാൻ പറയില്ല. റോ ആയിട്ട് പോകും. ആള് ആനിവേഴ്സറി ആയിട്ട് അവര് പറയാനൊരു അവസരം കൊടുക്കും. ആനിവേഴ്സറി ആയിട്ട് ബുർജ് ഖലീഫന്റെ ഫ്രണ്ടിൽ നിന്നാണ് ആനിവേഴ്സറി കൊടുത്തത്. ഇനിയിപ്പോ കേക്ക് കട്ട് ചെയ്യാനുണ്ട്. എവിടെ റൂം ബുക്ക് ചെയ്ത്? അല്ല, ബുർജ് അൽ അറബ് അവിടെ. നമ്മളെ ഒറ്റക്കാക്കി എല്ലാരും. അപ്പൊ ഞങ്ങളാണ് പോസ്റ്റ് ചെയ്തത് അല്ലേ? വെരി ഫുൾ എൻഗേജ് ലൈഫ്, വീഡിയോ, ഫോട്ടോസ്. ഭാഗ്യം എന്നൊക്കെ വല്ലാണ്ട് ഭാഗ്യം എന്നല്ലാണെങ്കിൽ അല്ലാണ്ട് എന്താ പറയാ. അതെ, ബുർജ് ഖലീഫയുടെ മുമ്പിലൊക്കെ വന്നത് ഫ്ലവറൊക്കെ കൊടുത്ത ഒരാള് വന്നേക്കാണ് അല്ലേ? ഫസ്റ്റ് ആനിവേഴ്സറി. അപ്പൊ ഞാൻ ഫ്ലവർ നോക്കി കാണിച്ചാമേ. സർപ്രൈസ്. ഞങ്ങള് താഴെ വന്നപ്പോ നിങ്ങൾ മുകളിലാന്ന് പറഞ്ഞു. ഞങ്ങള് വീണ്ടും മുകളിൽ വന്നപ്പോ നിങ്ങൾ താഴെയാന്ന് പറഞ്ഞു. സെലിബ്രിറ്റി വ്ളോഗ്സിൽ ഒന്നും ചെയ്തിട്ടില്ല. അളിയന് കുറച്ച് ഭയങ്കര അറിയില്ല അല്ലേ? അല്ല മക്കളെ വിശക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ എനിക്ക് നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. ചൂട് വിശക്കുന്നില്ലേ? വഴിയില്ലല്ലോ. ഉച്ചക്ക് 2 പറ നിങ്ങളെന്താ എന്താണ് തിന്നെ കൊണ്ടുവന്നൊക്കെ താടോ വിശക്കണോ? എനിക്ക് പെട്ടി ഒട്ടി കൊടുത്ത് ഞങ്ങൾക്ക് കേക്ക് ഒക്കെ കട്ട് ചെയ്യാനുണ്ട് ഇവരുടെ. കേക്ക് നമ്മള് ബുർജ് അൽ അറബിന്റെ റൂമിൽ നിന്നാണ് കട്ട് ചെയ്യുന്നത്. കേക്ക് കട്ട് ചെയ്യണം. ചെക്കന്റെ 6 മാസത്തെ സാലറിയാണ് അവൻ ഈ ആനിവേഴ്സറിക്ക് വേണ്ടി കരുതി വെച്ചത്. എന്ത് ചെയ്യാൻ ചെക്കന്റെ ലൈഫ് ആണല്ലേ. വിശന്നിട്ട് വയ്യ. ഞങ്ങള് ഫുഡ് കോർട്ടിലൊക്കെ നടക്കുവാണ് ഇവിടെ. ബാക്കി എല്ലാ ഷോപ്പും ക്ലോസ് ആണ്. 12 o'clock വരെ. സോ അവിടെ പോയിട്ട് വല്ലതും ഉണ്ടോന്ന് നോക്കട്ടെ. വിശക്കുന്നില്ലേ? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അക്ഷയ് എനിക്ക് വിശക്കുന്നില്ലടാ. എനിക്ക് ചെറുതായിട്ട് അങ്ങനെയൊന്നുമില്ല. ഇങ്ങോട്ട് വാ, ഈ റോല് വാ. ഗൈസ്, ആനിവേഴ്സറി കപ്പിൾ ഇതാ പുറകില് വരുന്നുണ്ട്. ഹാപ്പി ആനിവേഴ്സറി ഹാപ്പി ആനിവേഴ്സറി ഗൈസ്. എനിക്ക് പേടിയാണ് ഫോൺ ഇതൊന്ന് റൈറ്റിലോട്ടല്ലേ? ഓക്കെ, അവിടെ വല്ലതും ഉണ്ടായാൽ മതിയായിരുന്നു. ഫുഡ് അൽബേക്ക് ആണോ? നിങ്ങൾ അൽബേക്ക് ട്രൈ ചെയ്തിട്ടുണ്ടോ? അൽബേക്ക് ട്രൈ ചെയ്തിട്ടുണ്ടോ? അൽബേക്ക്
ട്രൈ ചെയ്തിട്ടുണ്ടല്ലേ? ഞങ്ങള് KFC വാങ്ങിച്ചു കേട്ടോ. ഇവിടെ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നത് KFC ആണ്. സോ KFC വാങ്ങിച്ചു. ഞങ്ങള് പുറത്താണ് ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ ഇരിക്കാം, അവിടെ കുറച്ച് ലൈറ്റ് ഉണ്ടാവില്ലേ? ആണോ? ഓക്കെ, എന്നാ അവിടെ ഇരിക്കാം. സമയം ഇപ്പൊ 11:40 ആയി കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ്ഡ് ആയി. പക്ഷേ ഫുഡ് കോർട്ട് 12 വരെ ഉണ്ട്. സോ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കട്ടെ. പിന്നെ ഇവരുടെ കേക്ക് ഒക്കെ കട്ട് ചെയ്യാനുണ്ട്. അതും കൂടെ വരാം. എനിക്ക് സീറ്റ് ഉണ്ടോ? ഓക്കെ, ഞാനും കൂടെ പോയി ജോയിൻ ചെയ്ത് കഴിക്കട്ടെ. ഞാൻ തരണോ? നാളെ പാവം, നാളെ 7 മണിക്ക് ഡ്യൂട്ടിയുള്ള ആളാണ് ഇവിടെ ഇരിക്കുന്നത്. അതും ദുബായിലല്ല, അങ്ങ് അബുദാബിയില്. ഇനി എപ്പോ പോയിട്ട് തിരിച്ച് ഉറങ്ങിയിട്ട് ഡ്യൂട്ടിക്ക് പോവാനാണ്. നാളെ സിക്ക് ലീവ് എടുക്കടാ. തീർന്നു. എല്ലാം തീർന്നു. അതെങ്ങനെ ഒരു കൊല്ലത്തില് 10 വട്ടം നാട്ടിൽ പോകുന്ന ആൾക്ക് എങ്ങനെ ലീവ് ബാക്കി ഉണ്ടാവുക? കേക്ക് കട്ട് ചെയ്യാം ഫസ്റ്റ്. ഞങ്ങളിനി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഇവരുടെ. പക്ഷെ ഇവരൊരു അബദ്ധം ചെയ്തു. കേക്ക് വാങ്ങിച്ചു, പക്ഷെ അത് കട്ട് ചെയ്യാനുള്ള നൈഫ് ഇല്ല. പക്ഷെ നമുക്ക് KFCയുടെ എന്താണ് കട്ട്ലറീസ് ഉണ്ട്, അതിൽ ഒരെണ്ണം എടുക്കാം കേട്ടോ. ഇല്ല, അതാണ് ഇവിടെ സെന്റ്. ലൈക് ഫോർക്ക് എടുത്തിട്ട് ഒരു ഫോർക്ക് എടുക്കാം. ഒരു ഫോർക്ക് ഉണ്ട്. ഹാപ്പി ആനിവേഴ്സറി. അവരുടെ എടുക്കുക. വേണമെന്നൊക്കെ തത്ത ആനിവേഴ്സറി കഴിക്കാൻ വേണ്ടിട്ട് വേറൊരു കൺട്രിയിലേക്ക് വന്നതാണ്. ഞാനൊരു സ്ട്രോബെറി എടുക്കട്ടെ. എല്ലാവർക്കും കേക്ക്. നല്ല പൊടിയില്ലേ? ഒരു സ്ട്രോബെറി എടുത്ത് മാറ്റി വെച്ചോ, സ്മൂത്ത് അടിക്കാനുള്ള. സൈഡിലൊക്കെ സ്ട്രോബെറി ഉണ്ടോ? സ്ട്രോബെറി നോക്ക്. ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ സൈഡിലൊക്കെ സ്ട്രോബെറിയും കൂടെ ഉണ്ട്. അത് മിക്സ് ആക്കി കഴിക്കുമ്പോ സൂപ്പർ. കേക്കും കൂടി എടുക്കുക. പിന്നെ സുമ്മാവാ പിന്നെ സുമ്മാവാ. അടുത്തതായി നമ്മൾ ഗിഫ്റ്റ് കൈമാറുന്ന സെറിമണിയിലേക്കാണ്. ഞാൻ എന്തോ കേക്ക് റോസ പോലും ആയിട്ടുള്ളൂ. ഇനി ഇതാ ഇവർക്ക് എന്തൊക്കെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഗിഫ്റ്റ് അവര് കൊടുക്കട്ടെ, ഞാൻ കേക്ക് കഴിക്കട്ടെ. ഓരോന്നായി ഓപ്പൺ ചെയ്യാനാണ് അവള് പറയുന്നത് കേട്ടോ. 1 by 1 ട്രൈപ്പോഡ് വാങ്ങിച്ചാൽ മതി. പിന്നെ അല്ലാതെ. ഓ മാൻ, വൗ. അച്ചൂട്ടി ഞെട്ടി ഗൈസ്. അച്ചൂട്ടിക്ക് ടോമേന്റെ ബാലൻസ് കിട്ടി. ഷുഗർ വരണ്ട.
ഓക്കെ, അടുത്തത് ഇത് കൊറേ ഉണ്ടല്ലോ. എനിക്ക് വായിക്കണ്ടേ? See, ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ അല്ലേ? ഇത് ഇത് 3 വർഷത്തേക്കുള്ള ഗിഫ്റ്റ് ഒന്നിച്ചു. ഇത് ഗ്ലാസ് വലുതാണോ? ഇവന് വെള്ളം കഴിഞ്ഞ ഓട്ടമത്സരത്തിന് സോപ്പ് പെട്ടി എന്തായിരിക്കും? വല്ലാതെ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കണ്ട. വിഷയം സ്വർണ്ണമാലായിരിക്കും. അക്ഷയിന്റെ എന്തായിരിക്കും? അക്ഷയുടെ അമ്മയുടെ ഫോട്ടോ ഉള്ള ആ കപ്പ്. കപ്പ് വെള്ളം ഒഴിക്കുമ്പോ ഫോട്ടോ തെളിഞ്ഞു വരും. അക്ഷയ്ക്ക് കുളിക്കാനുള്ള കപ്പ്. പറ, guess ചെയ്യ്. ഗോൾഡ് ഫിഷ് കപ്പാന്ന് തോന്നുന്നത്. വീണ് എന്താണ് കണ്ടില്ല? ഗോൾഡല്ലേ? ഈ സൈഡില് പേര് എഴുതുന്നത് കണ്ടില്ല? മോനെ. അങ്ങനെ ചെക്കനെ ജി സ്റ്റോക്കിന്റെ വാച്ച് അടിച്ചിരിക്കുകയാണ്. അടിച്ചു മോനെ. അതിന്റെ ഇടയിൽ നമുക്ക് കേക്ക് കഴിക്കാൻ കഴിയും. അതിന്റെ ഇടയില് നമ്മള് കേക്ക് കഴിക്കാം അല്ലേ? എടുക്കുക തിന്ന്. വാച്ച് ഇല്ലേ അതില്? ഞാൻ അമ്മയെ പറ്റിച്ച് കയറിക്കാണ്. വാവ്. വാച്ച് കാണിക്കട്ടെ, വെയിറ്റ്. ജി സ്റ്റോക്കിന്റെ മോനെ വാച്ച് ഇതല്ലേ ഞാൻ കണ്ടത്? ഇതല്ലേ? അടിപൊളി വാച്ച്. കാണിക്കണം. ഇതാണോ? ഭാര്യ സ്വന്തം ഭർത്താവിന് വേണ്ടി ടെഡ്ഡി ബിയറിന് ആരാ കൊടുത്തേക്കുന്നു? ബ്രെഡാണോ? ബ്രെഡ്. വാവ്. അരെ വാ. സൈസ് കറക്റ്റ് ആയിരിക്കും അല്ലേ? അറിയായിരിക്കല്ലോ. ഇതില് വെച്ചു. അപ്പം എനിക്ക് അപ്പം ഇതൊന്ന് മാറ്റി വെച്ച് നമുക്ക് ഇത് കൈമാറണ്ടേ? എനിക്ക് അമ്മയെ കണ്ണടയ്ക്കൂ. അമ്മയെ കണ്ണടയ്ക്കും. ഒരു കത്ത് പറയാൻ ഗസിന്റെ കണ്ണടക്കി. ആ കൂട്ടി പറഞ്ഞ കൂടിയതാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. എന്തായാലും എനിക്കറിയില്ല, ഞാൻ എഴുതി. എന്തായാലും പറ. ഇത് ചോറല്ല. നോ ഐഡിയ. ഇത് ചോറല്ല ഗൈസ്. കണ്ണടക്കി. സർപ്രൈസ്. അതിന്റെ അടിയിലൊരു സാധനം ഉണ്ടോ അവളെ? തുറന്നു നോക്ക്. നീ ശരിക്കാണ്ടോ? രണ്ട് കൈ നീട്ടുന്നുണ്ട്. രണ്ട് കൈ നീട്ടിക്കോ. അങ്ങനെ അടിച്ചു. നിങ്ങൾ തരുമോ? നീ കണ്ണു തുറന്നോളൂ. Guess ചെയ്യുന്നത്. തുറന്ന് നോക്കല്ലേ? ബ്രേസ്ലെറ്റ് ഒന്നുമില്ല. അതിന്റെ എക്സാമിന് ആദ്യ എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് അത് അല്ല ഇനി അത് കെട്ടിക്കൊടുക്കുന്ന ചടങ്ങാണ്. ഭർത്താവ് ഭാര്യക്ക് അത് കെട്ടിക്കൊടുക്കുകയാണ് ഗൈസ്. ഇത് ആരാ സെലക്ട് ചെയ്ത്? ഭർത്താവിനെ സെലക്ട് ചെയ്തു. ഞങ്ങളൊരാളെ ഇറക്കിയായിരുന്നു അബുദാബിന്ന്. ഒരാളെ സെലക്ട് ചെയ്തു. ഒരാളാണ് സെലക്ട് ചെയ്തത്. നീ അറിയില്ല? ഇല്ലല്ലോ. സോനു ചിരിച്ചിരുന്നാ മതിയോ? ഞാൻ പറയണ്ടോ? ഷുഗറാണ്. എടാ ഓൺലൈൻ സ്പൂൺ എടുക്കാൻ വേണ്ടി പറഞ്ഞാണ്. സ്വന്തം ഭാര്യയ്ക്ക് ഒരു ബ്രേസ്ലെറ്റ് എന്ന് പണ്ട് മുതലേ അവന്റെ ഒരു ആഗ്രഹമായിരുന്നു. അയ്യോ, ഒരു ഫോട്ടോ എടുക്കണ്ടേ? അടിക്കാം, അത് പിന്നെ എടുക്കാമല്ലോ. അതും എടുക്കാലോ. നിങ്ങള് ഞാൻ നല്ല സെറ്റ് ഫോട്ടോ എടുത്തു. ഞെട്ടുന്നല്ലേ? എടുത്തിട്ടുണ്ടോ? പിന്നെ അതിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് അറിയാം? അത് ഡയമണ്ട് ആണ്. പിന്നെ അത് ഡെയിലി യൂസും ചെയ്യാം. എല്ലാം പഠിച്ചിട്ടല്ലേ? അതൊക്കെ ഏതാ പറഞ്ഞതാ? നക്ഷത്ര ഇവിടെ നക്ഷത്ര അടിപൊളിയല്ലേ? കണ്ടതിന് സന്തോഷം. പിന്നെ വിവാഹ വാർഷികം ആഘോഷിച്ച ഈ ദമ്പതിമാർക്ക് നമ്മൾ ഒരിക്കൽ കൂടെ ആശംസകൾ അറിയിക്കാം. അയ്യോ, അതിപ്പോ അത് നേരത്തെ കാണിച്ചേ. അപ്പൊ എന്താണ് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോവാണ്. ഒരാൾ ഉറങ്ങിയിട്ട് സൈനിങ്ങോ. ഇനി അടുത്ത വ്ലോഗില് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, അച്ചൂട്ടി. അച്ചൂട്ടി അല്ല, അക്ഷയ. അച്ചൂട്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അവനെ അക്ഷയ് എന്ന് വിളിക്കാൻ വേണ്ടിട്ട്.
ഇതും അക്ഷയാണ്. ഈ അക്ഷയ ഞങ്ങൾ AKZ എന്ന് വിളിക്കും. നല്ല ഹമീമി. അപ്പൊ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. ബൈ ഓക്കെ, ബൈ ബൈ ബൈ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിയാണ് കേട്ടോ. അവള് അബുദാബിയിലേക്ക് പോവാണ്, അവളും അക്ഷയും കൂടെ അബുദാബിയിലേക്ക് പോവാണ്. ഞാനും സോനും അർജുനും കൂടെ വീട്ടിലേക്കും പോവാണ് കേട്ടോ. അവൾക്ക് അവിടെ എക്സാം ഉണ്ട്. എക്സാം സെന്റർ അവള് അബുദാബിയിലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. സോ എക്സാം കഴിഞ്ഞിട്ട് അവള് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരും കേട്ടോ, കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് എക്സാം ഡേറ്റ് ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ ആ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഒരുമിക്കുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് വ്ലോഗിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.